നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനത്തിനെതിരെ ഡിജിറ്റൽ പ്രതിരോധം ഒരുക്കാൻ തയ്യാറെടുത്ത് കേരളം. സംസ്ഥാനത്തേക്ക് വരുന്നവർക്ക് ഡിജിറ്റൽ പാസ് നിർബന്ധമാക്കാനാണ് നീക്കം. രോഗസാധ്യതയുള്ളവരുടെ വിവരങ്ങൾ അറിയിക്കാൻ മൊബൈൽ ആപ്പ് കൊണ്ടുവരുന്നതും പരിഗണനയിലാണ്. കോവിഡ് പ്രതിരോധം 3ാം ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് ഡിജിറ്റൽ പ്രതിരോധം അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ സജീവമായി പരിഗണിക്കുന്നത്. വിദേശത്തു നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ കേരളത്തിലേക്ക് വരുന്നവർ നേരത്തെ വിവരം രജിസ്റ്റർ ചെയ്യണം. മുൻകൂർ അനുമതി കിട്ടുന്നവർക്ക് ഡിജിറ്റൽ പാസ് അനുവദിക്കാനാണ് സർക്കാർ നീക്കം. പാസ് ഉള്ളവർക്ക് വിമാനത്താവളങ്ങളിൽ നിന്നോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ പുറത്തു കടക്കാനാവൂ. ഇങ്ങനെ വരുന്നവരെ സമീപത്ത് തന്നെ നിരീക്ഷണത്തിൽ പാർപ്പിക്കും. രോഗസാധ്യതയുള്ളവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് മറ്റൊന്ന്. മറ്റ് രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവരുടെ വിവരങ്ങളും ക്രോഡീകരിക്കും. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ വിവരം ശേഖരിക്കാനാണ് പദ്ധതി. ചികിത്സാ വിവരങ്ങൾ തത്സമയം അപ്ഡേറ്റ് ചെയ്യുന്ന മൊബൈൽ ആപ്പാണ് മറ്റൊരു സംവിധാനം. ടെലിമെഡിസിൻ സൗകര്യങ്ങൾ കൂടുതലായി വ്യാപിപ്പിക്കും. IT മിഷന്റെ നേതൃത്വത്തിലാണ് ഡിജിറ്റൽ പ്രതിരോധ മാർഗങ്ങൾക്ക് രൂപം നൽകുന്നത്. കോവിഡ് ഭീഷണി അവസാനിച്ചാലും ഈ ഡേറ്റാബേസ് ആരോഗ്യരംഗത്ത് മുതൽക്കൂട്ടാകുമെന്നും സംസ്ഥാന സർക്കാർ കണക്കുകൂട്ടുന്നു. എന്നാൽ പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറും വിധം വിവരങ്ങൾ ശേഖരിക്കുന്നു എന്ന വിമർശനം ഉയരാനുള്ള സാധ്യതയും സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. ലോക്ക്ഡൗണിൽ രാജ്യത്തിന് അകത്തും പുറത്തുമായി കുടുങ്ങിക്കിടക്കുന്ന നിരവധി മലയാളികളുണ്ട്. ഗതാഗത മാർഗങ്ങൾ തുറന്നുകൊടുക്കുമ്പോൾ തിരിച്ചെത്തുന്ന ഇവരിലൂടെ രോഗം വീണ്ടും വ്യാപിക്കാനുള്ള സാധ്യതയുള്ളതിനാലാണ് പുതിയ തയ്യാറെടുപ്പ്. അതേസമയം കൊറോണ പടർന്നു പിടിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ ഇത്രയധികം ആളുകളെ നാട്ടിലെത്തിക്കുക ബുദ്ധിമുട്ടിലാണെന്ന നിലപാടിലാണ് വിദേശകാര്യ മന്ത്രാലയം. ലക്ഷക്കണക്കിന് ആളുകൾ മടങ്ങിയെത്തുമ്പോൾ അവർക്ക് ആവശ്യമായ ക്വാറന്റൈൻ സൗകര്യം ഒരുക്കുക ബുദ്ധിമുട്ടാണെന്നും പ്രവാസികൾ നാട്ടിലെത്താൻ മെയ് വരെ കാത്തിരിക്കണമെന്നും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. അതേസമയം ലേബർ ക്യാമ്പുകളിൽ ഭക്ഷണവും മരുന്നും എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. എംബസികൾ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ ഇതിനായി ഇടപെടും. ആവശ്യമെങ്കിൽ മരുന്ന് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുമെന്നും വി മുരളീധരൻ വ്യക്തമാക്കി. അതിനിടെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗൾഫ് രാഷ്ട്ര തലവന്മാരുമായി ടെലിഫോണിൽ ചർച്ചകൾ നടത്തിയതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യക്കാരുടെ ക്ഷേമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി രാഷ്ട്രതലവന്മാരുമായി ചർച്ച ചെയ്തുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ത്യക്കാരുടെ ആരോഗ്യവും സുരക്ഷയും അതത് രാജ്യങ്ങളിൽ ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി രാഷ്ട്രതലവന്മാരോട് അഭ്യർത്ഥിച്ചു. പ്രതികൂല സാഹചര്യത്തിലും അതിനുവേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ഉറപ്പു നൽകിയതായും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.